ഗാന്ധി ആവാൻ കാരണം ഗാന്ധിജിനെ വെടിവെച്ച് കൊന്ന് എന്ന് പറയുന്നത് കൊന്നിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ ഗാന്ധിജി മരിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഗാന്ധിജി മരിച്ചിട്ടില്ല, അതിൻ്റെ ചെറിയ ഇതുണ്ട്. ഗാന്ധി കുടുംബത്തോട് എനിക്ക് അങ്ങേ അറ്റം വരെ കടപ്പാടുണ്ടെന്ന് പറയുമ്പോൾ കേരളത്തിൽ വരെ വന്നിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങേ അറ്റം വരെ പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അയാളെ മറക്കാൻ പറ്റുമോ? കേരളീസിന് മറക്കാൻ പറ്റില്ല, ഇന്ത്യക്കാർക്ക് തീരെ പറ്റില്ല, കേരളത്തിന് അത്രയും പറ്റില്ല. അങ്ങനത്തെ സ്ഥിതിയാണ്. ഇതൊന്നും മറന്നു പോകുന്നതിന് നമ്മളതിന് ഉത്തരവാദിയല്ല. ഗാന്ധിജിനെ മറക്കരുതെന്ന് ഉള്ള, മറക്കാൻ പാടില്ലാത്ത ഒരു രീതി, അതനുസരിച്ചാണ് ഞാൻ ഇപ്പം ഈ വേഷം കെട്ടി ഞാൻ നടക്കുന്നത്. അങ്ങ് കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണോ? അത് എൻ്റെ മരണം വരെ അങ്ങനെ ഉണ്ടാവുള്ളൂ. ആദ്യം മുതൽ അത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുള്ളൂ, നിയമസഭാ തെരഞ്ഞെടുപ്പ്. എത്രമാത്രം പ്രതീക്ഷയുണ്ട് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലക്ക് അങ്ങ്? അപ്പോൾ അത് ഭൂരിപക്ഷം അങ്ങേ അറ്റം വരെ സീറ്റ് കിട്ടും, ഒരു സംശയമില്ല കിട്ടും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പം തന്നെ കേരളത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായില്ലേ. വയനാട് തന്നെ അവരുടെ കയ്യിലല്ലായിരുന്നോ ഈ പഞ്ചായത്ത് മറ്റേ നഗരസഭയൊക്കെ? അത് പിടിച്ചില്ലേ? എന്നെയാണ് ഇപ്പം കേരളം പിടിക്കാൻ ബുദ്ധിമുട്ട്. പക്ഷെ കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അത് പതറരുത്. അത് പതറിപ്പോകുന്നതാണ് ഈ കുഴപ്പത്തിന് മുഴുവൻ കാരണം. അതുണ്ടാവാൻ പാടില്ല. പതറരുത്. എന്തെങ്കിലും ഒരു ചെറിയ, അതായത് ഈ പണ്ടുള്ള വീട്ടിലത്തെ പെണ്ണുങ്ങളെ, ഈ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞ മാതിരി പെണ്ണുങ്ങൾ ഈ ശുണ്ഠികളാണല്ലോ. അതുപോലത്തെ ആ ശുണ്ഠിത്തരം പല ആണുങ്ങളല്ലേ പ്രവർത്തിക്കാൻ വരുന്നത്. ഇതിൽ നല്ല പെണ്ണുങ്ങളാണ് പ്രവർത്തിക്കുന്ന. പെണ്ണുങ്ങൾക്ക് തൻ്റെളുണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ പേരിലൊക്കെ ചില ഇത് കൊടുത്തേക്കും. ആ പെണ്ണുങ്ങൾ ഇത് നിന്നിട്ടല്ലേ